പ്രസിദ്ധമായ ഇരുന്നലങ്കോട് മഹാദേവ ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ഠി മഹോത്സവം ഒക്ടോബർ 27 തീയതി ആഘോഷിക്കുന്നു. ഇരുന്നലങ്കോട് മഹാദേവ ക്ഷേത്ര മഹോത്സവം ഒക്ടോബർ 27 തീയതി തിങ്കളാഴ്ച. സ്കന്ദഷഷ്ഠി മഹോത്സവത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ തുലാമാസ വാവുബലിക്ക് ആയിരങ്ങളെത്തി. ഭക്തർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത ക്ഷേത്രം ട്രസ്റ്റ്. നമ്മുടെ കുടുംബത്തില് നിങ്ങളുടെ ഏട്ടനോ അനിയനോ ആരെങ്കിലും അന്തരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു തർപ്പപ്പിണ്ടാണ് സമർപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയ പിണ്ടെടുത്ത് എഴുതി പിടിച്ചോളൂ. ഏട്ടനോ അനിയനോ ആരെങ്കിലും അന്തരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അന്തരിച്ച ആ സഹോദരനെ നല്ല മനസ്സിൽ സങ്കല്പിച്ച് പിണ്ടത്തെ മനസ്സിനോട് ചേർത്ത് വയ്ക്കുക. മന്ത്രങ്ങൾ എഴുതി ചൊല്ലുക. ഓം ഭ്രാതരം തർപ്പയാമി. സമർപ്പിച്ചോളൂ. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ തുലാമാസ വാവുബലിക്ക് 1000-ലധികം ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഭക്തർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാണ് ക്ഷേത്രം ട്രസ്റ്റ് വാവുബലി ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. കാലത്ത് 4 മണിക്ക് ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങിന് കാർമ്മികന്മാരായ PR മണികണ്ഠൻ, അജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. കൂടാതെ മഹാതിലഹോമം, മഹാസായൂജ്യ പൂജ തുടങ്ങിയ ക്ഷേത്രത്തിലെ മറ്റു പൂജകൾക്ക് മേൽശാന്തി ഗോദാ ശർമ്മൻ തിരുമേനിയും നേതൃത്വം നൽകി. പ്രായമായവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും നിലത്തിരുന്ന് ബലിതർപ്പണം നടത്താൻ സാധിക്കാത്ത സാഹചര്യം കണക്കിലെടുത്ത് അവർക്ക് കസേരയിലിരുന്ന് ബലിയിടാനുള്ള പ്രത്യേക സൗകര്യം ക്ഷേത്രം ട്രസ്റ്റ് ഒരുക്കിയിരുന്നു. പുഴയിലിറങ്ങി കുളിക്കാനുള്ള സൗകര്യവും കൂടാതെ ക്ഷേത്ര പരിസരത്ത് സ്ത്രീകൾക്ക് പ്രത്യേകം കുളിക്കാനുള്ള സൗകര്യവും വസ്ത്രം മാറാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തർക്കും ചുക്കുകാപ്പിയും ഉപ്പുമാവും ഉൾപ്പെടെയുള്ള പ്രഭാത ഭക്ഷണവും നൽകിയാണ് ഭാരവാഹികൾ യാത്രയാക്കിയത്. ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളായ രാമു ചാത്തനാത്ത്, മാനേജർ MA രാജു, സുരേഷ് ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് CCV.